ഇതുപോലുള്ള സിറ്റുവേഷനിലൂടെയൊക്കെ നമുക്ക് VP-യെ തിരിച്ചുകൊണ്ടുവരാൻ സാധിക്കൂ. ഡോക്ടറും അങ്ങനെയല്ലേ പറഞ്ഞത്. നീ കഴിക്ക്. നിന്നെ കണ്ണെടുത്താ കണ്ടുണ്ടായിരുന്ന ആള് ഭക്ഷണത്തിനൊപ്പം ക്ഷണിച്ചല്ലോ. അതൊരു നല്ല സൂചനയല്ലേ? ഓ, അത് VP-യുടെ ഒരു വോട്ട് ഓഫ് താങ്ക്സ് ആയിട്ട് അങ്ങ് കൂട്ടിയാൽ മതി. ഒന്നുമല്ല, നീ ചുമ്മാ എന്റെ കോൺഫിഡൻസ് ലെവൽ കൂടെ താഴ്ത്തല്ലേ. ഗീതാലക്ഷ്മി ഇന്ന് വലിയ ആവേശത്തിലാണല്ലോ. അതെ, അത് സത്യമാണ്. എത്ര നാളുകൂടിയാ മനസ്സിന് ഇങ്ങനെ ഒരു തണുപ്പ് വീണമെന്നറിയോ? VP-ക്ക് അനുകൂലമായി വിധി വന്നു എന്ന് നന്ദൻ വിളിച്ചു പറഞ്ഞപ്പോ, അത് നീ കാരണം കൂടിയാണെന്ന് അറിഞ്ഞപ്പോ എനിക്കുണ്ടായ സന്തോഷം എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എല്ലാവർക്കും ഇന്ന് സന്തോഷത്തിന്റെ ആശ്വാസത്തിന്റെ നിമിഷം അമ്മ. പക്ഷേ എനിക്കെന്തോ അതിന് കഴിയുന്നില്ല. VP-ക്ക് അനുകൂലമായിട്ട് വിധി വന്നു എന്ന് ആശ്വസിക്കുമ്പോഴും സ്വന്തം കൂട്ടത്തിലുള്ളവരെ ഒറ്റുകൊടുത്തെന്നുള്ള കുറ്റബോധമാണ് മനസ്സ് നിറയെ. ആ ദക്ഷയുടെയും അഗ്നിയുടെയും ഒക്കെ വാക്കുകള് ഇപ്പോഴും എന്റെ നെഞ്ചു കിടന്ന് പൊള്ളുക വല്ലാതെ. എന്തായാലും അപ്പുവിന് അങ്ങനെ ഒരു നല്ല ബുദ്ധി തോന്നിയല്ലോ. ഞാൻ കരുതിയത് VP-യോടുള്ള പക തീർക്കാൻ അപ്പു കിട്ടിയ അവസരം മുതലെടുക്കുമെന്നായിരുന്നു. പാവം ഗീതേച്ചി കരഞ്ഞ് കാലു പിടിച്ചുകൊണ്ടാവും അപ്പു അങ്ങനൊരു മനസ്സലിവ് കാണിച്ചത്. ലക്ഷണവും ജാതകവും വെച്ച് നോക്കുമ്പോ തന്തയുടെ കാലനായിട്ട് വാഴേണ്ട വിത്താ അത്. പിന്നെ എന്ത് കണ്ടിട്ടാണാവോ പണിക്കരോട് ഇങ്ങനെ ഒരു മനുഷ്യപ്പറ്റ് കാണിക്കാൻ അവള് തയ്യാറായതെന്ന് നീ ഇത് പറഞ്ഞപ്പോ മുതലേ ഞാൻ ആലോചിക്കുന്നത്. ഒന്നും മനസ്സിൽ കാണാതെ അവളിങ്ങനെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകില്ലെന്ന് ഉറപ്പാ. അത് ശരിയാ. ചിലപ്പോ ഗീതേച്ചിയുമായുള്ള ഡിവോഴ്സിൽ നിന്ന് പിന്മാറണമെന്ന് അപ്പു ചിലപ്പോ VP-യെ കൊണ്ട് സമ്മതിപ്പിച്ചിട്ടുണ്ടാവും. തലയിലെ ആണിക്കല്ല് ഇളകി കിടക്കുന്ന അയാൾക്ക് ഇനി ബന്ധം മുറിച്ചാലെന്ത് മുറിച്ചില്ലേലെന്ത്, എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിഞ്ഞു കിട്ടിയ അത്രേ സൗകര്യമെന്നായിരിക്കും ഗീത ഇപ്പൊ ചിന്തിക്കുന്നത്. അല്ല, അതിനിപ്പോ ഗീതയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആകെയുള്ള ഒരു പെൺതരി ആണാണെന്നും പറഞ്ഞ് അഭ്യാസം കാണിച്ച് നടക്കുന്നു. അത് കണ്ടിട്ട് തന്തയ്ക്ക് തലപ്രാന്ത് പിടിക്കുന്നു. ഈ രണ്ടു കുരിശും കൂടി ആ പാവം പെണ്ണെ എങ്ങനെ ഒറ്റയ്ക്ക് ചുമക്കും? VP-ആയിട്ട് ബന്ധം പിരിഞ്ഞു പോകുന്നെങ്കിൽ പോകട്ടെന്ന് ഗീത വിചാരിച്ച അതിൽ അത്ഭുതപ്പെടാനൊന്നും ഇല്ലടി. അമ്മ ഈ പറയുന്ന പോലൊന്നും ഗീതേച്ചി ചിന്തിക്കാനൊന്നും പോകുന്നില്ല. എത്ര വർഷമായിട്ട് എനിക്ക് അറിയാവുന്ന ആളാ ഗീതേച്ചി. ഇനി എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും അപ്പുവിനെയും VP-യെ ഒന്നിച്ചു കൊണ്ടുപോകാനേ ഗീതേച്ചി ശ്രമിക്കുള്ളൂ. നീ നോക്കിക്കോ അശ്വതി, ഗീത ഇനി എത്ര തലകുത്തി നിന്ന് ശ്രമിച്ചാലും ആ വീടിന് നേരെയാകാനൊന്നും പോകുന്നില്ല. ഏച്ചു കെട്ടിയാൽ എത്രയൊക്കെ ആയാലും മുഴച്ചിരിക്കില്ലേ? ആ വണ്ടി ഇനി അങ്ങനെ പോകൂ. എനിക്ക് ഗീതേച്ചി ഒന്ന് പോയി കണ്ടാ കൊള്ളാന്നുണ്ട്. എത്രയൊക്കെയായാലും ഒരു വീട് പോലെ കഴിഞ്ഞിരുന്നവരല്ലേ നമ്മള്. ഇത്ര അധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഞാനൊന്നു പോയി ഗീതേച്ചി ആശ്വസിപ്പിച്ചില്ലല്ലോ എന്ന് ഓർക്കുമ്പോ മനസ്സിന് വല്ലാത്തൊരു വിഷമം. ദേ, നീ നിന്റെ പണി നോക്കാ ചൊതി. ഇനിയിപ്പൊ നേരിട്ട് പോയി കണ്ട് ആശ്വസിപ്പിക്കാഞ്ഞിട്ടാ. നീ ചെന്ന് നല്ല രണ്ട് വാക്ക് പറഞ്ഞ അവരുടെ എല്ലാ പ്രശ്നവും തീരുവോ? ഇല്ലല്ലോ. അത് മാത്രമല്ല, നീ ഇപ്പൊ അങ്ങോട്ട് ചെന്നാ ഗീതയും അപ്പു ഒക്കെ അതൊരു സൗകര്യമായിട്ട് എടുക്കേ ഉള്ളൂ. പിന്നെ അതിന്റെ പേരും പറഞ്ഞ അപ്പു ഇവിടെ കയറി നിരങ്ങാൻ തുടങ്ങും. വെറുതെ വേലിയിലിരിക്കുന്നതിനെ എടുത്ത് അരയെ ചുറ്റാൻ നോക്കാതെ നീ ഇവിടെ അങ്ങനെ അടങ്ങിയിരിക്കാൻ നോക്കുവച്ച. അമ്മയ്ക്ക് അങ്ങനെയൊക്കെ പറയാം. ഇപ്പൊ ഗീതേച്ചിയുടെ അവസ്ഥ നമുക്കായിരുന്നെങ്കിലോ? അപ്പൊ അവരിങ്ങനെ അകന്നു മാറി നടന്നാ നമുക്ക് എന്തുമാത്രം ഫീൽ ചെയ്യുമായിരുന്നു. നീ ഒന്ന് ചുമ്മാതിരിക്കും. നാക്കിൽ ഗുളിക നിൽക്കുന്ന നേരമാണോ അല്ലയോ എന്ന് ആർക്കറിയാം. ദേ, അവിടുത്തെ പോലെ അല്ല, അതിനപ്പുറം നടന്നേനെ ഇവിടെ. ഇപ്പോഴും നമ്മുടെ കൊച്ച് ആ അപ്പുവിനെ ചുറ്റിപ്പറ്റി നടന്നിരുന്നെങ്കിലും. ദൈവത്തിന്റെ നേരുകൊണ്ട് അങ്ങനെയൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന് ആശ്വസിക്കുന്നതിന് പകരം ചുമ്മാതെ. അമ്മ ദേഷ്യപ്പെടണ്ട. അവരുടെ അവസ്ഥ കണ്ടപ്പോ പറഞ്ഞു പോയതാ. കല്യാണം കഴിഞ്ഞിട്ട് മാളും ഒപ്പുമായിട്ടുള്ള കൂട്ടുകെട്ട് തുടർന്നപ്പോ എനിക്കുള്ളിലൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. പോരാത്തതിന് ആ ഡോക്ടറും അവന്റെ അമ്മയും അപ്പുവിന് സപ്പോർട്ടാണല്ലോ. ആ ഒരു സ്വാതന്ത്ര്യം മുതലെടുത്ത് അപ്പു അവിടെ കയറി പൊറുതി തുടങ്ങുമെന്ന് എനിക്കൊരു സംശയവും പേടിയൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും മാളുമായിട്ട് തന്നെ അത് പറഞ്ഞു വിലക്കിയെന്ന് അറിഞ്ഞപ്പോഴാ എനിക്കൊരു സമാധാനമായത്. അപ്പു VP-നെതിരെ ഇങ്ങനൊരു നിലപാട് പരസ്യമായിട്ട് എടുത്തത് മാളൂന് ഒട്ടും ഇഷ്ടമായിട്ടില്ല. അതുകൊണ്ടാ അപ്പുവിനോട് അവൾക്ക് ഇത്ര താല്പര്യക്കുറവ്.
അതേതായാലും നന്നായതേ ഉള്ളൂ. ഉർവശി ശാപം ഉപകാരമായെന്ന് പറഞ്ഞതുപോലെ രണ്ടും രണ്ട് പാത്രമായല്ലോ. അല്ലെങ്കിൽ എന്നായാലും ഒരു വലിയ പ്രശ്നത്തിലേ ഇത് അവസാനിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പിള്ളേരായിട്ടിങ്ങനെ തെന്നിയും തെറിച്ച് നിൽക്കുമ്പോൾ നീയായിട്ടിനി ക്ഷേമം അന്വേഷിച്ചെന്ന് അവർക്ക് വീണ്ടും അടുക്കാൻ ഒരു അവസരം കൊടുക്കരുതെന്ന്. അല്ല, മാളു മാത്രം അപ്പൂവിനോട് മുഖം തിരിച്ചു നിന്നുകൊണ്ടായില്ലല്ലോ. ഡോക്ടർക്ക് ഇപ്പോഴും അപ്പൂവിനോടൊരു സിമ്പതിയും സഹതാപവും ഒക്കെ ഉണ്ട്. ആ ഡെയ്സി ടീച്ചറാ അതിനൊക്കെ വളം വെച്ച് കൊടുക്കുന്നത്. ദേ, ഇനി അമ്മ അതിനെക്കുറിച്ചൊന്നും ജോബിനോടും ടീച്ചറോടൊന്നും ചോദിക്കാൻ പോകണ്ട. പിന്നെ അതൊക്കെ ചോദിക്കാനും പറയാനും അല്ലേ എനിക്ക് നേരം. പക്ഷേ ഞാനിതങ്ങനെ വിട്ടുകൊടുക്കൊന്നുമില്ല അശ്വതി. മാളു ഇപ്പൊ അപ്പൂനെ കണ്ട മുഖം തിരിക്കുന്നത് പോലെ ജോബിനും ഡെയ്സി ടീച്ചറും അവളെ ആ വീട്ടിൽ കേറ്റാതാകുന്ന കാഴ്ച ഞാൻ നിനക്ക് അധികം വൈകാതെ കാണിച്ചു തരാം. അമ്മ എന്താ മനസ്സിൽ കണ്ടേക്കുന്നേ? അതൊക്കെ ഉണ്ട്. അതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. ആദ്യം പിള്ളേർ ടൂറിനൊക്കെ പോയിട്ട് തിരിച്ചു വരട്ടെ. ആ സമയം കൊണ്ട് ഞാൻ ചിലതൊക്കെ മനസ്സിൽ കണ്ടിട്ടുണ്ട്. വിചാരിച്ചതുപോലൊക്കെ നടന്ന അപ്പൂന്ന് കേൾക്കുമ്പോ ആദ്യം ചൂലെടുക്കുന്നത് ടീച്ചറമ്മ ആയിരിക്കും. നീ കണ്ടോ? ആ, മുരളിയേട്ടൻ വന്നു തോന്നുന്നു. ആ, ആ, അല്ല, നീയും അച്ഛൻ്റെ കൂടെ ഇങ്ങ് പോന്നോ മാളു? എന്തു പറ്റി? ഏയ്, പ്രത്യേകിച്ചൊന്നുമില്ല. വെറുതെ ഇങ്ങോട്ട് വരണം എന്ന് തോന്നി. അതെന്താ പെട്ടെന്ന് അങ്ങനെ തോന്നാൻ? രാവിലെ അച്ഛൻ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറയാൻ വിളിച്ചപ്പോ പോലും നീ ഇങ്ങോട്ട് വരുന്ന കാര്യം പറഞ്ഞില്ലല്ലോ. ഞാൻ അവിടെ ചെന്നപ്പോഴും ഇവൾ ഇങ്ങോട്ട് വരുന്നതിന്റെ ഒരു സൂചനയും തന്നില്ല. ചായ കുടിയും കഴിഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാ അച്ഛൻ നിക്ക് ഞാൻ കൂടി വരുന്നു എന്ന് പറഞ്ഞ് ഇവള് ഓടിപ്പോയി റെഡിയായി വന്നത്. നാളെയല്ലേ നിങ്ങൾ ടൂറിന് പോകുന്നത്? അപ്പൊ പിന്നെ നീ ഇങ്ങോട്ട് പോന്നാ അതെങ്ങനെ ശരിയാവും മോളെ? അതിനെന്താ കുഴപ്പം? പോകുന്നത് ഇവിടെ ഒന്നും ആവാല്ലോ. നീ ഇങ്ങോട്ട് വരുന്ന കാര്യം ജോബിനോട് പറഞ്ഞിരുന്നോ? ഇല്ല, അത് ഡെയ്സി ആന്റി പറഞ്ഞോളൂ. ആ, അത് കൊള്ളാം. എന്നാലും നിനക്ക് ജോബിനെ ഒന്ന് വിളിച്ചു പറയായിരുന്നില്ലേ? ജോബിനോട് ഒരു വാക്ക് പറയാതെ ഇത്ര അത്യാവശ്യമായിട്ട് ഇങ്ങോട്ട് വരേണ്ട കാര്യം എന്താ? ഞങ്ങൾ ഇന്ന് വൈകിട്ട് എന്തായാലും ഇങ്ങോട്ട് വരാനിരിക്കായിരുന്നു. അച്ഛൻ വന്നപ്പോ രാവിലെ തന്നെ ഞാൻ ഇങ്ങോട്ട് പോകുന്നേ ഉള്ളൂ. എനിക്ക് നല്ല തലവേദന എടുക്കുന്നു. ഞാനൊന്ന് കിടക്കട്ടെ. എന്തോ കുഴപ്പമുണ്ട് ഈ വരവിന്റെ പിന്നില്. ശരിയാ, എനിക്കും അങ്ങനെ തോന്നുന്നു. അല്ലേലും ഡോക്ടറോട് ഒരു വാക്കുപോലും പറയാതെ മാളൂന് ഇപ്പൊ ഇങ്ങോട്ട് ഓടിപ്പിടിച്ചു വരേണ്ട കാര്യം എന്താ? അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ മുരളി? ടീച്ചർ എന്തെങ്കിലും പ്രത്യേകിച്ച് നിന്നോട് പറഞ്ഞോ? ഏയ്, അവിടെ പ്രശ്നമൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഡെയ്സി ടീച്ചർ എന്നോട് വളരെ കാര്യമായിട്ടാണ് സംസാരിച്ചത്. ആ, അത് നീ കാര്യാക്കണ്ട. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് മറ്റുള്ളവരെ അറിയിക്കാതെ കൊണ്ടു നടക്കാൻ അവർക്ക് നല്ല മിടുക്ക. അശ്വതി പറഞ്ഞതുപോലെ ഇക്കാര്യത്തിൽ എനിക്കും നല്ല സംശയമുണ്ട്. ഒന്നുകിൽ പിള്ളേർ തമ്മിൽ എന്തോ പറഞ്ഞ് തമ്മിൽ തെറ്റിയിട്ടുണ്ട്. ഇനി അതും അല്ലെങ്കിൽ വേറെ എന്തോ തക്കതായിട്ട് സംഭവിച്ചിട്ടുണ്ട്. ശേ, ഇനിയിപ്പോ എന്താ പ്രശ്നമെന്ന് അവളോടൊന്ന് ചോദിച്ചു മനസ്സിലാക്കി കൂടായിരുന്നു മുരളിയേട്ടാ? ഞാൻ ചോദിക്കാഞ്ഞിട്ടാണോ അശ്വതി? എന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തേന്ന് ഇങ്ങോട്ട് പോരുമ്പോഴും കാറിൽ വെച്ച് ഞാൻ അവളോട് ചോദിച്ചതാ. ഒന്നുമില്ലാന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നവളോട് ഞാൻ എങ്ങനെയാ ചോദിക്കുന്നത്? എന്റെ ബലമായ സംശയം ഡോക്ടറുമായിട്ട് എന്തോ പ്രശ്നത്തിൽ മോള് വഴക്കിട്ടെന്ന് തന്നെ. അല്ലെങ്കിൽ ഇങ്ങോട്ട് വരുന്ന കാര്യം അവള് ഡോക്ടറെ വിളിച്ചു പറഞ്ഞേനെ. മിക്കവാറും അപ്പുവിന്റെ കാര്യം പറഞ്ഞു തന്നെയായിരിക്കും രണ്ടുപേരും തെറ്റിയത്. അപ്പുവിന്റെ കാര്യോ? അതേന്നേ, അവള് വിചാരിച്ചതുകൊണ്ട് കോടതി VP യെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയില്ലേ? ഇനി ആ കാര്യം വല്ലതും പറഞ്ഞ് ഡോക്ടറും മോളും തമ്മിൽ വഴക്കായതാണെങ്കിലോ? പക്ഷെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുറച്ചു മുമ്പ് ഞാൻ ജോബിനെ വിളിച്ചപ്പോ പറയുമായിരുന്നില്ലേ? എന്നിട്ട് ജോബിന് അതിനെപ്പറ്റി ഒരു സൂചനയും തന്നില്ലല്ലോ. മാളുവിന്റെ കാര്യം അങ്ങോട്ട് ചോദിച്ചപ്പോ വലിയ ആവേശത്തോടെ അവള് സുഖമായിട്ടിരിക്കുന്നു എന്ന് എന്നോട് പറയുകയും ചെയ്തു. പിന്നെ എന്താണാവോ സംഭവിച്ചത്? അതെ, ഇത്ര തലനാരിര കയറി പരിശോധിക്കാൻ മാത്രം ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചത്? മാളുവിന് എന്റെ കൂടി ഇങ്ങോട്ട് വരണമെന്ന് തോന്നി, അവള് വന്നു.
അല്ലെങ്കിലും അവരിങ്ങോട്ട് വരാനിരുന്നതാണെന്നല്ലേ മാളു പറഞ്ഞത്. ഞാൻ ചെന്നപ്പം അവള് നേരത്തെ എന്റെ ഒടിഞ്ഞു പോന്നു. അതിനെ അങ്ങനെ കണ്ടാ പോരെ? ഇനിയിപ്പോ നിങ്ങൾ പറയുന്നത് പോലെ അവര് തമ്മിൽ എന്തെങ്കിലും പിണക്കോ വഴക്കോ ഉണ്ടെങ്കിൽ വൈകിട്ട് ജോബിൻ വരുമ്പോ അറിയാലോ. അതിന് നിങ്ങൾ ഇപ്പോഴേ ഇവിടെ ഇരുന്ന് എഴുതാപ്പുറം വായിക്കേണ്ട വല്ല കാര്യമുണ്ടോ? മുരളി പറയുന്നത് പോലൊന്നും അല്ല കാര്യങ്ങൾ. പിള്ളേർ തമ്മിൽ എന്തോ കാര്യമായിട്ട് പ്രശ്നങ്ങളുണ്ട്. അത് മാളുവിന്റെ മുഖം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. അതിന് നീ വിഷമിക്കണ്ട. എന്താ പ്രശ്നമെന്ന് ഞാൻ തഞ്ചത്തി പോയി അറിഞ്ഞിട്ട് വരാം. നീ പോയി ഒരു ഗ്ലാസ് കട്ടൻ ചായ എടുത്ത് വെക്ക്. ചെല്ല്. പക്ഷെ അരുൺ പോകുന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതം തകർത്തിട്ട് ഞാൻ പോകും. ഹലോ. ഹലോ, മോർണിംഗ് മൈ ഡിയർ മാളൂസേ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എന്റെ നമ്പറിൽ നിന്ന് വിളിച്ചാ ഒന്നുകിൽ കോൾ അറ്റൻഡ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുക. അതുകൊണ്ടാ പുതിയൊരു നമ്പറിൽ നിന്ന് വിളിച്ചത്. ഇനി ഈ നമ്പർ ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ അടുത്ത നമ്പറിൽ നിന്ന് കോൾ വരും. താൻ എത്ര നേരം ഇങ്ങനെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് നടക്കുമെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. അരുൺ, എന്തിനാ താൻ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? പ്ലീസ്, ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു പൊക്കോട്ടെ. അങ്ങനെ താൻ മാത്രം എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു പോയാൽ പോരല്ലോ. എടോ, നമ്മളൊക്കെ മനുഷ്യരല്ലേ. താൻ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? അറ്റ്ലീസ്റ്റ് എന്റെ കോൾ എടുത്ത് ഒന്ന് സംസാരിക്കാനുള്ള മര്യാദയെങ്കിലും കാണിച്ചൂടെ? അരുൺ പ്ലീസ്, എനിക്ക് തന്നോടൊന്നും സംസാരിക്കാനില്ല. എന്നൊന്ന് വെറുതെ വിട് പ്ലീസ്. തനിക്ക് എന്നോടൊന്നും സംസാരിക്കാനില്ലായിരിക്കും, പക്ഷെ എനിക്കങ്ങനെ അല്ലല്ലോ. മനസ്സ് വല്ലാതെ വിഷമിച്ചിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഭയങ്കരമായ ലോൺലെസ് തോന്നുമ്പോൾ എനിക്ക് അപ്പൊ തന്നെ വിളിച്ച് എന്തെങ്കിലും കൊച്ചു വർത്തനം പറയണമെന്ന് തോന്നും. അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അതിനീ വല്ല രോഗമാണോ മാളൂസേ? തനിക്ക് തന്റെ ഡോക്ടറോട് ചോദിച്ചിട്ടൊന്ന് പറയാവോ? അരുൺ പ്ലീസ്, ദിസ് ഈസ് ടു മച്ച്. താനിങ്ങനെ ടെൻഷൻ ആവാതെ. ആ പിന്നെ, തന്റെ കാര്യങ്ങളൊന്നും താനായിട്ട് എന്നോട് പറയുന്നില്ലെങ്കിലും എല്ലാം ഞാൻ കൃത്യമായിട്ട് തന്നെ അറിയുന്നുണ്ട്. താനിപ്പോൾ ഡോക്ടറിന്റെ വീട്ടിൽ നിന്ന് തന്റെ വീട്ടിലേക്ക് വന്നു, ശരിയല്ലേ? ഇനി ഇവിടെ നിന്ന് രണ്ടുപേരും കൂടി നാളെ ഈവനിങ് ഫ്ലൈറ്റില് ഹണിമൂൺ ആഘോഷിക്കാൻ മലേഷ്യയിലേക്ക് പറക്കും. ഇതൊക്കെ താനെങ്ങനെ അറിഞ്ഞു? അറിഞ്ഞത് എങ്ങനെയെങ്കിലുമൊക്കെ ആവട്ടെ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അതെ, നാളെ മലേഷ്യയിലേക്ക് പോകും മുമ്പ് തന്നോട് എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട്. എനിക്കൊന്നും കേൾക്കണ്ട. താൻ കേൾക്കണം, കേട്ടേ പറ്റൂ. പ്ലീസ് അരുൺ, തനിക്ക്. മോളെ, ഹലോ ഹലോ. മോളെ, മോളെ, മോളെ. ആ, എന്താ മുത്തശ്ശി? മൂക്ക് തലവേദന എങ്ങനെയുണ്ട്? കുറഞ്ഞോ? ആ, ലേശം കുറവുണ്ട്. ദാ, നല്ല കടുപ്പത്തി മുത്തശ്ശി മൂക്ക് വേണ്ടി ഇട്ട കട്ടൻ ചായ. ഇതങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരുവിധപ്പെട്ട തലവേദനയൊക്കെ അങ്ങ് മാറും. മോള് കുടിക്കും. കയർപ്പുണ്ട്. ആ,
ഇത്തിരി കയർപ്പും കടുപ്പും ഒക്കെ കാണും. അത് മോള് സാരമാക്കണ്ട. ഇതങ്ങോട്ട് ചെല്ലുമ്പോ ഒരു ആശ്വാസമാകുമെന്നേ. കുടിക്ക്. മതി മുത്തശ്ശി. അതെ, മുത്തശ്ശി ഒരു കാര്യം ചോദിച്ചാ മോള് സത്യം പറയൂ. എന്താ മുത്തശ്ശി? എന്തോ ഒരു കാര്യം മോളുടെ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട് അല്ലേ? അതെന്താ മുത്തശ്ശി അങ്ങനെ ചോദിച്ചേ? അല്ല, മോളുടെ പെട്ടെന്നുള്ള വരവും ഈ അടച്ചുമുടിയുള്ള ഇരിപ്പും കണ്ടപ്പോ എനിക്കങ്ങനെ തോന്നിയത് കൊണ്ടാ ചോദിച്ചത്. മോളുടെ മനസ്സിൽ എന്താണേലും മുത്തശ്ശിയോട് തുറന്നു പറ. ഇനിയിപ്പോ എന്ത് പ്രശ്നമാണേലും മുത്തശ്ശി അതിനൊരു പരിഹാരം ഉണ്ടാക്കിത്തരാം. മോളെ, നീ പേടിക്കാതെ ധൈര്യമായിട്ട് മുത്തശ്ശിയോട് പറ. എന്താണെങ്കിലും ഇരു ചെവി അറിയാതെ നമുക്കതിനൊരു പരിഹാരം ഉണ്ടാക്കാം. ഡോക്ടറുമായിട്ട് എന്തെങ്കിലും കാര്യത്തിന് മോള് പിണങ്ങിയാണോ വന്നത്? ഏയ്, ഡോക്ടറായിട്ട് എനിക്കൊരു പ്രശ്നമില്ല മുത്തശ്ശി. പിന്നെ ആരാ അവിടെ പ്രശ്നത്തിനുള്ളത്? ഡെയ്സിയമ്മയോ? അവരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ മോശമായിട്ടൊന്നും ഉണ്ടാകാനുള്ള വകുപ്പില്ലല്ലോ. എന്റെ മുത്തശ്ശി, ഡോക്ടറുടെയോ ആന്റിയുടെയോ ഭാഗത്തുനിന്ന് എനിക്കിതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. രണ്ടുപേരും നല്ല സ്നേഹത്തോടെ തന്നെയാ എന്നോട് പെരുമാറുന്നത്. പിന്നെ എന്താ നിന്റെ പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല. അത് വെറുതെ. നിന്നെ ഞാൻ ഇന്നും ഇന്നലെ ഒന്നും കാണാൻ തുടങ്ങിയല്ലോ. അതുപോട്ടെ, നിന്റെ മനസ്സിന്റെ ഭാരം ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയാ മുത്തശ്ശി നിന്നോട് കാര്യം എന്താന്ന് അന്വേഷിച്ചത്. എന്നോട് നിനക്കത് പറയാൻ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലായി. നിനക്കിഷ്ടമല്ലെങ്കിൽ നീ അത് പറയണ്ട. പിന്നെ നീ അത് പറഞ്ഞാലും ഇല്ലേലും ഒരു കാര്യം നിനക്ക് അങ്ങോട്ട് പറഞ്ഞുതരാം. നാളെ നീയും ഡോക്ടറും കൂടി സന്തോഷകരമായ ഒരു യാത്ര പോവുക. മനസ്സിലെന്തെങ്കിലും സങ്കടമോ പ്രയാസമോ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് വേണം നീ ഡോക്ടറോടൊപ്പം ഈ യാത്ര പോകാൻ. അതെ, ഇനി അങ്ങോട്ട് ഒരുപാട് യാത്രകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായെന്നിരിക്കും. പക്ഷെ ഇതുപോലൊരു യാത്ര പിന്നീട് അങ്ങോട്ട് ഒരിക്കലും ഉണ്ടായെന്ന് വരില്ല. അതാ ഈ മധുവിധി യാത്രയുടെ പ്രത്യേകത. എപ്പോഴും സന്തോഷമുള്ള കാര്യങ്ങളെ കാണാവൂ, കേൾക്കാവൂ, പറയാവൂ. എന്നാലേ ജീവിതകാലം മുഴുവനും ആ യാത്ര നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുകയുള്ളൂ. അങ്ങനെ ഒരു യാത്രയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ മനസ്സിങ്ങനെ മൂടിക്കെട്ടിയ മാനം പോലെ ആകാൻ പാടില്ല. അതുകൊണ്ട് മുത്തശ്ശി ചോദിച്ചെന്നേ ഉള്ളൂ. നിനക്കിഷ്ടമില്ലെങ്കിൽ നീ പറയണ്ട. മുത്തശ്ശി, ഞാനൊരു കാര്യം പറഞ്ഞാ മുത്തശ്ശി ആരോടെങ്കിലും പറയൂ? ഞാൻ ആരോട് പറയാനാ? പ്രത്യേകിച്ച് മോളെ എന്നോട് ആരോടും പറയരുതെന്ന് പറഞ്ഞ സ്ഥിതിക്ക് എന്താ മോളെ കാര്യം? നീ അത് പറ. അത്ര വലിയ ഗൗരവമുള്ള കാര്യമൊന്നുമല്ല. എന്നാലും മുത്തശ്ശി എന്നോട് മനസ്സിനെ വിഷമിപ്പിക്കുന്ന കാര്യം വല്ലതുണ്ടോ എന്ന് ചോദിച്ചതുകൊണ്ട് ഞാൻ പറയോ? എന്താണേലും നീ ധൈര്യമായിട്ട് പറ. ആ, അരുൺ ഭാസ്കർ ഇല്ലേ? അരുൺ ഭാസ്കറോ? അതാരാ? മുത്തശ്ശിക്കറിയാം. ആദ്യം എന്നെ കാണാൻ വന്ന ആ ആള്. ഓ, മനസ്സിലായി മനസ്സിലായി. നിന്റെ കൂടെ പഠിച്ച ആ ചെറുക്കൻ. അവനെന്തു പറ്റി? അയാൾക്കൊന്നും പറ്റിയില്ല. ഇടയ്ക്ക് വെച്ച് ഒന്ന് കണ്ടിരുന്നു. അത്രേ ഉള്ളോ? അതിനെന്താ ഇപ്പൊ കുഴപ്പം? അല്ല, മോൾ എവിടെ വെച്ചാ അയാളെ കണ്ടത്? ഞാനും ഡോക്ടറും കൂടി ഷോപ്പിങ്ങിന് പോയപ്പോ എന്നെ കണ്ട് അയാൾ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു. അതിലെന്താ തെറ്റ്? ഒന്നുമില്ലേലും അവൻ നിന്റെ കൂടെ പഠിച്ചതല്ലേ. ആ പരിചയത്തിന്റെ പുറത്ത് അവനൊന്ന് കാണുകയോ മിണ്ടുകയോ ചെയ്യുന്നതിൽ എന്താ തെറ്റ്? അല്ല, അവൻ നിന്നോട് മിണ്ടിയതിൽ ഡോക്ടർ കലോഹിയൊന്നുമില്ലേ? ഡോക്ടർ മുത്തശ്ശി പറഞ്ഞതുപോലെയാ പറഞ്ഞത്. ആ, എന്നാലും എനിക്ക് എന്തോ പോലെ തോന്നുന്നു മുത്തശ്ശി. അത് മാത്രല്ല, പിന്നെ ഒരു തവണ അയാൾ എന്നെ വിളിക്കുകയും ചെയ്തു. എന്നിട്ട് നീ അവനോട് സംസാരിച്ചോ? ആ, ചുമ്മാ വിളിച്ചാന്ന് പറഞ്ഞപ്പോ ഞാൻ സംസാരം അധികം നീട്ടാൻ നിന്നില്ല. പെട്ടെന്ന് കട്ട് ചെയ്തു. ആ, അതേതായാലും നന്നായി. അവനാള് കുഴപ്പക്കാരനൊന്നുമല്ല, കൊള്ളാവുന്ന കുടുംബത്തിലെ കൊച്ചനാ. എന്നാലും നീ അവനുമായിട്ട് വലിയ അടുപ്പത്തിനും ചങ്ങാത്തത്തിനും ഒന്നും പോകണ്ട. പിന്നെ അയാൾ വിളിച്ചാലും എന്തെങ്കിലും പറഞ്ഞങ്ങ് ഒഴിവാക്കിയേക്കണം. ചിലപ്പോൾ നിന്റെ ഡോക്ടർക്ക് അത് ഇഷ്ടമായെന്ന് വരില്ല. അല്ല,
അവൻ വിളിച്ച കാര്യം നീ ഡോക്ടറോട് പറഞ്ഞോ? ഇല്ല, പറയണോ വേണ്ടയോ എന്ന് ആലോചിക്കോ. അല്ല, ഇതുവരെ പറഞ്ഞില്ലെങ്കിൽ ഇനി നീ ആയിട്ട് അങ്ങോട്ട് പറയാൻ പോകണ്ട.